അതായത് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തതിന് ശേഷം വരുന്നത് അക്യുസാറ്റീവ് കേസിലായിരിക്കണം. എന്താണ് അക്യുസാറ്റീവ് പ്രപ്പോസിസിയോണൻ? അതിന് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് ഗോഡ്ഫുപ്പ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ്, അതുപോലെ അതിൻ്റെ റേഗാല്, പിന്നെ ബൈഷ്പീല്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. Hallo Leute, guten Tag. Willkommen zu einer neuen Folge des Deutschunterricht der Genus Academy. Ich heiße Ansmol. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് പ്രപ്പോസിസിയോണൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. എന്താണ് അക്യുസാറ്റീവ് പ്രപ്പോസിസിയോണൻ? അക്യുസാറ്റീവ് കേസിലെ നോമനെ ഫോളോ ചെയ്ത് വരുന്ന പ്രപ്പോസിഷൻസിനാണ് നമ്മൾ അക്യുസാറ്റീവ് പ്രപ്പോസിസിയോണൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ്, അതുപോലെ അതിൻ്റെ റേഗാല്, പിന്നെ ബൈഷ്പീല്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് നമുക്കൊരു 6 എണ്ണം ഉണ്ട്. അതിന് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് ഗോഡ്ഫുപ്പ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജി ഗേഗൻ, ഒ ഓണെ, ഡി ഡുവർഷ്, എഫ് ഫ്യുവർ, യു ബി ബിസ്. ഇത്രയാണ് അക്യുസാറ്റീവ് പ്രപ്പോസിസിയോണൻ. ഓക്കെ, ഇനി അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസിൻ്റെ ഒരു മെയിൻ റൂൾ ഉണ്ട്. നമ്മൾ ഡാറ്റീവ് പ്രപ്പോസിഷൻസ് കണ്ടപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത റൂൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തതിന് ശേഷം വരുന്നത് അക്യുസാറ്റീവ് കേസിലായിരിക്കണം. അത് അക്യുസാറ്റീവ് പ്രപ്പോസിസിയോണൽ ഒബ്ജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രപ്പോസിഷനാണ് ഗേഗൻ എന്ന് പറയുന്നത്. ഗേഗിൻ്റെ മീനിങ് ടുവേർഡ്സ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എന്ന് പറയുന്ന മീനിങ് ആണ് ഗേഗിന് വരുന്നത്. ഒരു ബൈഷ്പീൽ നോക്കാം. ഇഷ് സ്പീലെ ഗേഗൻ ഡിഷ്. ഇവിടെ കണ്ടോ, ഗേഗിന് ശേഷം വന്നിരിക്കുന്നത് ഡിഷ് എന്നാണ്. ഡിഷ് അക്യുസാറ്റീവ് ഫോമിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ഇഷ് സ്പീലെ ഗേഗൻ ഡിഷ്, ഞാൻ നിനക്ക് എതിരെ കളിക്കുന്നു, എഗെയിൻസ്റ്റ് യു എന്ന് പറഞ്ഞ മീനിങ്ങിലാണ് അവിടെ വന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇയറെ മുട്ടർ കോംറ്റ് ഗേഗൻ 15 Uhr. അതായത് അവളുടെ അമ്മ ഒരു 3 മണിയോടെ വരും. ഒരു ടുവേർഡ്സ് 3 o'clock, അതാണ് ഗേഗൻ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനിൽ മീനിങ് വന്നിരിക്കുന്നത്. ടുവേർഡ്സ് 3 o'clock. ഇയറെ മുട്ടർ കോംറ്റ് ഗേഗൻ 15 Uhr. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് ഓണെ. ഓണയുടെ മീനിങ് വിത്തൗട്ട്, ഇല്ലാതെ എന്ന് പറഞ്ഞൊരു മീനിങ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, വിയർ ഗേയൻ ഓണെ ഡിഷ് നാക് ബെർലിൻ. ഞങ്ങൾ നീ ഇല്ലാതെ ബെർലിനിലേക്ക് പോകുന്നു. ഇല്ലാതെ, വിത്തൗട്ട് എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ് മരിയ ഗേറ്റ് ഓണെ ഇയറൻ ബ്രൂഡർ ഐൻകൗഫൻ. മരിയ അവളുടെ ബ്രദർ ഇല്ലാതെ, വിത്തൗട്ട് ഹെർ ബ്രദർ ഷോപ്പിങ്ങിന് പോയി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് ദുവർഷ്. ദുവർഷിൻ്റെ മീനിങ് ത്രൂ അല്ലെങ്കിൽ ബൈ എന്നാണ്. zum Beispiel wir laufen durch den Wald. ഞങ്ങൾ കാട്ടിലൂടെ നടക്കുന്നു. durch den Wald, ശരിക്കും der Wald എന്നാണ് ഫോറസ്റ്റിന് പറയുന്നത്. നമ്മൾ durch എന്ന് പറയുന്ന അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അക്യുസാറ്റീവ് കേസിൽ വേണം എഴുതാൻ. അങ്ങനെയാണ് der Wald, den Wald എന്നായത്. wir laufen durch den Wald, ഞങ്ങൾ കാട്ടിലൂടെ നടക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് ഫ്യൂർ എന്ന് പറയുന്നത്. ഫ്യൂറിൻ്റെ മീനിങ് ഫോർ എന്നാണ്, അല്ലെങ്കിൽ പ്രോ എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഒരു ബൈഷ്പീൽ നോക്കാം. ദീസെ ബ്ലൂമൻ സിൻഡ് ഫ്യൂർ ദിഷ്. ദീസെ ബ്ലൂമൻ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സ് സിൻഡ് ഫ്യൂർ ദിഷ്, നിനക്ക് വേണ്ടിയാണ്. ഫ്യൂർ ഡിഷ്, ഡിഷ് എന്ന് പറയുന്നത് അക്യുസാറ്റീവ് കേസിലാണ് വന്നിരിക്കുന്നത്. ഈ പൂക്കൾ നിനക്ക് വേണ്ടിയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് എന്ന് പറയുന്നത്. ഉമ്മിൻ്റെ മീനിങ് അറ്റ്, എറൗണ്ട് എന്നൊക്കെയാണ്. നമ്മൾ പർട്ടിക്കുലർ ഒരു ടൈം പറയാൻ, ഒരു ടൈം പീരീഡോ ടൈമോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ദർ ടെർമിൻ ഈസ്റ്റ് 16 Uhr. അതായത് അപ്പോയിൻമെന്റ്, ദർ ടെർമിൻ
4 മണിക്കാണ്. ആ ഒരു ടൈം പീരീഡിന് സെക്സെയിൻ ഉവറിന് മുൻപാണ് നമ്മൾ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ചേർത്തിരിക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളൊരു ടൈം പറയുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കണം. സോ ഒന്നുകൂടെ പരിഷ്പിയിൽ പറയാം. ദ ടെർമിൻ ഈസ്റ്റ് സെക്സെയിൻ ഉവർ. മറ്റൊരു എക്സാമ്പിൾ ആണ് ദി കിൻഡർ സിറ്റ്സൺ ഡെയിൻ ടിഷ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മീനിങ് വന്നിരിക്കുന്നത് എറൗണ്ട് എന്നാണ്. ദി കിൻഡർ സിറ്റ്സൺ ഡെയിൻ ടിഷ്. കുട്ടികൾ ടേബിളിന് ചുറ്റും ഇരിക്കുന്നു. ദ ടിഷ് എന്നുള്ളത് ഇവിടെ ഡെയിൻ ടിഷ് എന്ന് വന്നു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പ്രപ്പോസിഷൻ ആണ് ബിസ് എന്ന് പറയുന്നത്. ബിസിന്റെ മീനിങ് ടിൽ, അൺടിൽ എന്നൊക്കെയാണ് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സമയം വരെ എന്നൊക്കെ പറയാനാണ് ബിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ് വാർട്ടെ ബിസ് 12 ഉവർ. ഞാൻ 12 മണി വരെ വെയിറ്റ് ചെയ്യുന്നു. ഇഷ് വാർട്ടെ ബെഡോയിറ്റഡ് ടു വെയിറ്റ്. ഞാൻ 12 മണി വരെ ബിസ് 12 ഉവർ എന്ന് പറയുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഗോഡ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം വെച്ചിട്ട് ഇത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ജി ഗേഗൻ, ഓ ഓണെ, ഡി ഡുവർഷ്, എഫ് ഫ്യൂർ, യു ബി ബിസ്. So, hope this video was helpful. Bis bald. ജിനൂസ് അക്കാഡമി. ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം.